നല്ല സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല കിടുവായിട്ട് സിനിമ ചെയ്ത് കഴിവ് തെളിച്ചിട്ടുള്ള ഒരാളാണ് വി കെ പ്രകാശ്. പക്ഷേ നല്ല സ്ക്രിപ്റ്റ് മുഖ്യം. ഇതിൻ്റെ ഒരു പ്ലോട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, നല്ല സെറ്റായിട്ട് എടുക്കാൻ പറ്റിയ ഒരു സാധനമായിരുന്നു. പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി വന്ന സമയത്ത് ഇത് വേറെ ഈ മനുഷ്യരല്ലാതെ വേറെ ഏതൊക്കെ ജീവജാലങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയാണെന്ന് തോന്നുന്നു. ഒന്നിനും ഒരു യുക്തി ലോജിക്കൊന്നുമില്ല. വേറെ ഏതോ യൂണിവേഴ്സിൽ നടക്കുന്ന കഥ പോലെയൊക്കെ ഉള്ള ഒരു എഴുത്താണ്. അവിടെ തന്നെ പടം പോയി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞ കാര്യമില്ലല്ലോ. അപ്പോൾ അവിടെ തന്നെ അത് വെച്ചിട്ട് പുള്ളിക്കാരന് പറ്റുന്ന രീതിയിൽ എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകാൻ പുള്ളിക്കാരൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യം എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. അശ്വിൻ ജോസ്, നമ്മുടെ നെഞ്ചിനകത്ത് ലാലേട്ട, പുള്ളിക്കാരനാണ് ഇതിൻ്റെ നായകൻ. പുള്ളി നല്ല അടിപൊളിയായിരുന്നു. ഒരു വാഴ കഥാപാത്രം, വാഴയായിട്ട് പുള്ളി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും വിചാരിച്ചു ഈ ഒരു കഥാപാത്രം ഇത് വേറെ ഏതെങ്കിലും സിനിമയിലായിരുന്നെങ്കിൽ നന്നായിരിക്കുമായിരുന്നു. അത്ര നന്നായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. ഒരു 23 വയസ്സുകാരൻ്റെ ആ ഒരു പക്വതയില്ലായ്മയും ആ കുസൃതിയും പരിപാടിയൊക്കെ നീറ്റായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീര ജാസ്മിൻ ബ്യൂട്ടിഫുള്ളാണോ. പിന്നെ കഥാപാത്രം ഒരു കോമഡി പീസ് കഥാപാത്രമാണ്. അത് അങ്ങനെ പുള്ളിക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്. ഇത് സംഭവം എന്ന് പറയുന്നത് 23 വയസ്സുകാരൻ 33 വയസ്സുകാരിയെ പ്രണയിച്ച് കല്യാണം കഴിച്ചാൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് ഹാസ്യാത്മകമായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ അശ്വിൻ ജോസിൻ്റെ ഫാമിലി വരുമ്പോഴേക്കും മണിയമ്പിള്ള രാജു, അതുപോലെ നിഷ സാരംഗ്, ഇവരാണ് അച്ഛനും അമ്മയും, പിന്നെ ഒരു സഹോദരനും കൂടിയുണ്ട്. ഇപ്പോൾ ഇവർ 3 പേരടങ്ങുന്ന കുടുംബം തുടക്കം എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. അത് നല്ല രസമായിട്ട് ആ ഏരിയ വർക്കൗട്ടായിട്ടുണ്ട്. അത്യാവശ്യം കോമഡിയൊക്കെ മണിയമ്പിള്ള രാജുവിൻ്റെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ മീര ജാസ്മിൻ്റെ ഫാമിലി, ശാന്തി കൃഷ്ണ, മിഥുൻ രമേശ് സഹോദരൻ, മീര ജാസ്മിൻ, അയ്യോ ഭൂലോക ക്രിഞ്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു തുടക്കമൊക്കെ. ഇപ്പോൾ നല്ലൊരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്ന സമയത്ത് അമ്മയ്ക്ക് ഒരു ചെറിയൊരു അപകടം പറ്റുന്നു. പിന്നെ 33 വയസ്സ് വരെ ഒരു ജോലിക്കും പോകാതെ അമ്മയെ നോക്കി തന്നെ അവിടെ ഇരിക്കുന്നു, ഇത്രയും ആട്ടും തുപ്പമൊക്കെ ആയിട്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അവിടെ ഒരു റിയലിസ്റ്റിക് സ്വഭാവം അത് ആ കഥാപാത്രത്തിൽ ചേരാത്ത പോലെ എനിക്ക് തോന്നി. അതും കാണിക്കുന്ന ഇൻസിഡൻസ് ഒന്നും തന്നെ യുക്തിഭദ്രം അല്ലാതായിപ്പോയി. ഈ സൈഡ് മൊത്തം ഫ്ലോപ്പായി പോയിരുന്നു, മറ്റേ സൈഡ് അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് പോയിട്ട് അവസാനം ഇവർ തമ്മിൽ പ്രണയിക്കുകയാണ്. പ്രണയമൊക്കെ വൻ കോമഡിയാണ്. എന്തൊരു പ്രണയം ഇത്, ഇവർ തമ്മിൽ ഇഷ്ടമാണോ പ്രേമമാണോ ഇവരുടെ സ്നേഹം ഫീൽ ചെയ്യിക്കണ ഒരു സാധനമില്ല. വെറുതെ അങ്ങ് തുടങ്ങുക പ്രണയം. പിന്നെ കല്യാണം അതിനപ്പുറം. ഇപ്പോൾ ഈ ചെറുക്കൻ പോട്ട് അതൊരു വാഴയല്ലേ, വാഴ കഥാപാത്രം, അതിന് പക്വതയും കാര്യങ്ങളൊന്നുമില്ല. ഈ പെണ്ണും പിള്ളയ്ക്ക് 10-33 വയസ്സായില്ലേ. ഒരു കല്യാണം കഴിക്കാൻ നേരത്ത് അറ്റ്ലീസ്റ്റ് എന്താണ് ഒന്നും തിരക്കാതെ അങ്ങ് ചുമ്മാ അങ്ങ് നിന്നേപ്പില്ല, നോക്കം കെട്ടാം എന്നും പറഞ്ഞ് പോകണടുത്ത് അവിടെ പിന്നെ അങ്ങോട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അയ്യോ. പിന്നെ അശോകൻ ചേട്ടൻ പഴയ തോമസ് ഊട്ടിക്ക് പഠിക്കുകയാണ്. പലപ്പോഴും തോന്നും തോമസ് ഊട്ടി ഓവറാക്കി ചളവാക്കാടാ എന്നൊക്കെ പറയുന്നത് തോന്നിപ്പോ. ഈ കുറച്ച് 1-2 കൗണ്ടറൊക്കെ രസമുണ്ടായിരുന്നു. പക്ഷേ ബാക്കി ഭൂരിപക്ഷ സമയവും വെറുപ്പിക്കില്ലായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ വേറെ കുറേ പേരുണ്ടേ. പിന്നെ രചന നാരായണൻകുട്ടിയുണ്ട്, പ്രണവ് യേശുദാസ്, ഷമീർ ഖാൻ, രഞ്ജിത്ത് മനമ്പറക്കട്ട്, ഷിനു ശ്യാമളൻ, സുമേഷ് ചന്ദ്രൻ, ആദിൽ ഇബ്രാഹിം, ഫ്രാങ്കോ ഫ്രാൻസിസ്, RJ സൂരജ്, സന്ധ്യ രാജേന്ദ്രൻ, വിനീത് രാമേന്ദ്രൻ, അതുൽ രാംകുമാർ. ഇങ്ങനെ കുറേ പേര് സിനിമയിലുണ്ട്. കുറേ കഥാപാത്രങ്ങൾക്കൊന്നും ഒരു ജീവനുമില്ല, വെറുതെ. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് പലപ്പോഴും എടാ ഈ സമയത്ത് ഇങ്ങനെ പറഞ്ഞാൽ പോരാടാ, ഇങ്ങനെ പറയടി നമ്മൾ അവിടെ കിടന്ന് വിളിച്ച് പറയണം. പക്ഷേ ഇവർ കേൾക്കൂല. ഇവിടുത്തെ കഥാപാത്രങ്ങൾ ഞാൻ പറഞ്ഞില്ല, വേറെ യൂണിവേഴ്സാണ്, ഇവരങ്ങനെ ചെയ്യൂല. ഇടയ്ക്ക് വെച്ച് മീര ജാസ്മിൻ നാണം വരുന്ന സീനൊക്കെ ഉണ്ട്, നല്ല ക്രിഞ്ചായിരുന്നു. അപ്പം ഇതാണ് ഇതിന് ടെക്നിക്കലി പിന്നെ ഞാൻ ഒന്നും പറയണമെന്നില്ല. ഇത് കുറച്ച് ക്രിഞ്ചും കുറച്ച് വെറുപ്പിക്കലും ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു എൻഗേജിങ് ആയിട്ട് ഇരിക്കാം. എന്ന് പറഞ്ഞാൽ ബോറടി, ലാഗ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇവരിങ്ങനെ കാണിക്കുന്നതൊക്കെ കണ്ട് അങ്ങ് പെട്ടെന്ന് സംഭവം പോകുന്നുണ്ട്. ഒരു സമയം കൊല്ലിയായിട്ട് വേണമെങ്കിൽ ഒരിക്കൽ കാണാമെന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല ഈ പടത്തിനെ കുറിച്ച് പറയാൻ. ഒരാളെ കൂടി പറയാതെ ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി കൂട്ടിച്ചേർത്തത്. നമ്മുടെ രാജസേനൻ ചേട്ടൻ വരുന്ന ഒരു സീനുണ്ട്, ഇടയ്ക്ക് ഒരു ഇൻസിഡൻ്റ് ഉണ്ട്, ഫ്രഷ് ഇൻസിഡൻ്റ് ആയിരുന്നു. നമ്മുടെ തുളസി പാവമല്ല, അതിനുശേഷം മലയാളക്കാരെ ഞെട്ടിപ്പിച്ച ഒരു സീനായിരുന്നു, ക്യാമിയോ ആയിരുന്നത്. സമ്മതിക്കണം. എന്തരാ വരട്ടെ.